വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ഓൺ എ ന്യൂ ലെക്ചർ ഓൺ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഈ ലെക്ചറിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് ഇമ്പൾസസ് ആൻഡ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആൻഡ് അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസുമാണ്. സോ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ഇമ്പൾസസ്, ഷോർട്ട് ഇമ്പൾസസിനെ കുറിച്ചാണ്. നമ്മളതിൻ്റെ മാത്തമാറ്റിക്കൽ വേർഷൻസിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ വളരെ ഒരു ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇമ്പൾസീവ് ഫോഴ്സസ് എന്ന്, ഇമ്പൾസീവ് ഫിനോമിനാസ് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് let's say f of t over a time interval a less than or equal to t less than or equal to a plus k. a മുതൽ a plus k എന്ന് പറയുന്ന k ലെങ്ത് ഉള്ള ഒരു ടൈം ഇന്റർവെല്ലിൽ ഉള്ള എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോഴ്സിന്റെ ഇമ്പൾസ് is defined as the integral of f of t over the interval a plus k. That is, നമ്മൾ ഇമ്പൾസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഇന്റഗ്രൽ a to a plus k f of t dt ആണ് നമ്മൾ ഇമ്പൾസ് എന്ന് സാധാരണ മാത്തമാറ്റിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ഈ കേസ് ഡീൽ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കേസാണ്, ഇതിൻ്റെ തന്നെ ഒരു പർട്ടിക്കുലർ കേസാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത്. സോ കൺസിഡർ എ ഫംഗ്ഷൻ എഫ് കെ ഓഫ് ടി മൈനസ് എ. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഇമ്പൾസിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, which is actually a step function which is 1 by k if a less than or equal to t less than or equal to a plus k and it is 1 otherwise. So a-ക്കും a plus k-ക്കും ഇടയിൽ ഫംഗ്ഷന്റെ വാല്യൂ 1 by k ആണ്. അല്ലാത്ത കേസിൽ ഫംഗ്ഷന്റെ വാല്യൂ 1 അല്ല 0 ആണ്. ഓക്കെ, now its impulse is actually ik എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ആക്ച്വലി ഇന്റഗ്രൽ 0 to infinity. കാരണം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ഇന്റർവെല്ലാണ്, കാരണം നമ്മൾ ടൈം പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എഫ് കെ ഓഫ് ടി മൈനസ് എ ഡി ടി. ഇനിയും ഇവിടെ ഈ ഫംഗ്ഷന്റെ വാല്യൂ എ ടു എ പ്ലസ് കെയിൽ മാത്രമാണ് 1 by k, ബാക്കി എല്ലായിടത്തും 0 ആണ്. സോ 0യുടെ ഇന്റഗ്രൽ ബാക്കി എല്ലായിടത്തും 0 വരും. സോ ഓൺലി വി ഹാവ് ടു ഫൈൻഡ് ദി ഇന്റഗ്രൽ ഫ്രം എ ടു എ പ്ലസ് കെ. അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 1 by k ഡി ടി. സോ 1 by k വെളിയിലെടുക്കാം. ദിസ് ഈസ് ടി എ ടു എ പ്ലസ് കെ. ഓക്കെ, നൗ ദിസ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 by k ഇൻറ്റു k എന്ന് കിട്ടും. എ പ്ലസ് കെ മൈനസ് എ വിച്ച് ഈസ് k. So this is equal to 1. So fk of t minus a എന്ന ഫംഗ്ഷൻ a to a plus k എന്നുള്ള ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പൾസ് എന്ന് പറയുന്നത് 1 ആണ്. നൗ നമ്മൾ എന്തിന് ഈ ഫംഗ്ഷൻ തന്നെ എടുത്തു? ഇമ്പൾസ് 1 കിട്ടുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ എന്ന രീതിയിൽ എടുത്തു. രണ്ടാമത്തേത്, നമ്മൾ ഇതിൻ്റെ കേസിൽ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, സോ അവിടുത്തെ കേസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തന്നിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഫോർമാറ്റ് ആണ്. എഫ് കെ ഓഫ് ടി മൈനസ് എന്നുള്ളത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഫോർമാറ്റ് ആണ്. ഓക്കെ, 1 by k ഇൻറ്റു 1 ആണിത്. ഓക്കെ, എ തൊട്ട് എ പ്ലസ് കെ വരെ, അതിന് ശേഷം 0 ആണ്, അതിന് മുമ്പും 0 ആണ്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ആക്ച്വലി എ വരെ ഡിഫൈൻ ചെയ്താൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. എ തൊട്ട് എ പ്ലസ് കെ വരെ ദ വാല്യൂ ഈസ് ആക്ച്വലി 1 ഇൻറ്റു 1 by k. എ പ്ലസ് കെ തൊട്ട് 0 ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി എഫ് കെ ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത്
എ തൊട്ട് 0 വരെ ആണെങ്കിൽ എ വരെ ഈ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ ടേംസ് ഇതിനെ ഡിഫൈൻ ചെയ്യാം. സോ എ വരെ ഇത് 0 ആകാൻ വേണ്ടി യു ഓഫ് ടി മൈനസ് എ എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ ദിസ് ഈസ് എ വരെ ഈ ഫംഗ്ഷൻ 0 ആണ്, എക്ക് ശേഷം ഈ ഫംഗ്ഷൻ 1 ആണ്. ഇനിയും പ്രശ്നം എ പ്ലസ് കെക്ക് ശേഷം ഈ ഫംഗ്ഷൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, സോ എ പ്ലസ് കെക്ക് ശേഷം ദിസ് ഈസ് 1 മൈനസ് 1 എന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. സോ അതിനുവേണ്ടി യു ഓഫ് ടി മൈനസ് എ പ്ലസ് കെ എന്ന് എടുത്താൽ ഈ ഫംഗ്ഷൻ, ഈ ടോട്ടൽ ഫംഗ്ഷൻ ആദ്യം എ വരെ എടുത്താൽ ഇതിൻ്റെ വാല്യൂ 0 മൈനസ് 0 വിച്ച് ഈസ് 0. നമ്മൾ എ മുതൽ എ പ്ലസ് കെ വരെ എടുത്താൽ എക്കാട്ടിലും വലുതാകുമ്പോൾ യു ഓഫ് ടി മൈനസ് എ 1 കിട്ടും, യു ഓഫ് ടി മൈനസ് എ പ്ലസ് കെ 0 കിട്ടും. സോ ദിസ് ഈസ് 1 മൈനസ് 0. അതിനോടൊപ്പം എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 1/k മൾട്ടിപ്ലൈ ചെയ്താൽ എ തൊട്ട് എ പ്ലസ് കെ വരെ ഫംഗ്ഷന്റെ വാല്യൂ 1/k ആയി. ഇനി നമുക്ക് അതിനുശേഷം ഫംഗ്ഷന്റെ വാല്യൂ 0 ആകണം എ പ്ലസ് കെക്ക് ശേഷം. എ പ്ലസ് കെ എന്നുള്ളത് എക്കാട്ടിലും വലുതാണ്. സോ എക്കാട്ടിലും വലുതാകുമ്പോൾ യു ഓഫ് ടി മൈനസ് എ 1, യു ഓഫ് ടി മൈനസ് എ പ്ലസ് കെയും 1. സോ ദിസ് ഈസ് 1 മൈനസ് 1 വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ആക്ച്വലി ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ എഫ് കെ ഓഫ് ടി മൈനസ് എ നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ ടേംസിൽ ഡിഫൈൻ ചെയ്യാം. ഇനിയും സ്റ്റെപ്പ് ഫംഗ്ഷന്റെ കേസിൽ ഡിഫൈൻ ചെയ്താൽ ഇതിന് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് കെ ഓഫ് ടി മൈനസ് എ should be equal to Laplace transformന്റെ ലീനിയാരിറ്റി വെച്ചിട്ട് 1/k വെളിഞ്ഞെടുക്കാം ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ മൈനസ് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ പ്ലസ് കെ. ഓക്കെ, ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ ഈസ് ആക്ച്വലി e raised to minus as divided by s ആണ്. So this is 1/k into e raised to minus as divided by s minus ഇവിടെ aക്ക് പകരം a plus k ആണ്, e raised to minus a plus ks divided by s. So this is equal to 1/s കൂടെ കോമൺ എടുത്താൽ 1/ks into e raised to minus as minus ഇത് ഞാൻ e raised to minus as minus ks എന്ന് എഴുതാം. So this is 1/ks into e raised to minus as minus e raised to minus as into e raised to minus ks. So this is e raised to minus as common എടുത്താൽ e raised to minus as divided by ks into 1 minus e raised to minus ks. So this is the value of Laplace transform of fk of t minus a. ഇനി നമുക്ക് Dirac Delta function define ചെയ്യാം. The value of Dirac Delta function is which is denoted as delta of t minus a is actually equal to limit k tends to 0 fk of t minus a. ഇതിനു വേണ്ടിയാണ് നമ്മൾ എഫ് കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. സോ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത എഫ് കെ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ടി ടെൻസ് ടു 0 ആകുമ്പോൾ ഉള്ള വാല്യൂവിനെയാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനെ സാധാരണയായിട്ട് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. That is the Laplace transform of delta of t minus a, which is equal to the Laplace transform of limit k tends to 0 fk of t minus a. fk of t minus a യുടെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഉള്ള എഫ് കെ ഓഫ് ടി മൈനസ് എയുടെ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഉള്ള വാല്യൂസ് ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ ഇന്റഗ്രൽ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ ഇന്റഗ്രലും ലിമിറ്റൂഡ് ആണ് ചെയ്യുന്നത്. സോ നമ്മൾ അതിനെ ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ദ ഡെഫിനിഷൻ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി
into limit k tends to 0 fk of t minus a dt എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇവിടുത്തെ ലിമിറ്റ് വെളിയിലെടുത്ത് നമ്മൾ എഴുതുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് ലിമിറ്റ് കണ്ടുപിടിച്ചതും സെയിം വാല്യൂ ആണ്. ഇന്റഗ്രൽ ലിമിറ്റും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ആദ്യം ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നതും തിരിച്ച് ഇന്റഗ്രൽ കണ്ടുപിടിച്ചിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കുന്നതും എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ സെയിം ആണ്. സോ ദാറ്റ്സ് വൈ നമ്മൾ ഇങ്ങനെ എഴുതാതെ we write it as limit k tends to 0 the Laplace transform of fk of t minus a എന്ന് എഴുതും. ഓക്കെ, ഇനി ലിമിറ്റ് k tends to 0 fk of t minus a തൊട്ട് മുമ്പത്തെ ഡെഫിനിഷൻ അനുസരിച്ച് 1/k into u of t minus a minus u of t minus a plus k എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് Laplace transform of 1/k into u of t minus a minus u of t minus a plus k. Okay, so this is limit k tends to 0 1/k into Laplace transform of u of t minus a minus Laplace transform of u of t minus a plus k. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഇതിൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് എൽ ഓഫ് എഫ് കെ ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദിസ്. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. സോ വി സിംപ്ലിഫൈ ഓൺ ടു ലിമിറ്റ് കെ ടെൻസ് ടു 0 1/k ഇൻറ്റു ലാസ്റ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇ റൈസ് ടു മൈനസ് as divided by e raised to minus as into 1 minus e raised to minus ks. ഇതാണ് e raised to minus as divided by ks into 1 minus e raised to minus ks. This is the answer. So limit k tends to 0 1/ks into e raised to minus as into 1 minus e raised to minus ks. ഇവിടെ ഇതിൻ്റെ അകത്ത് ഇനി ലിമിറ്റ് k ടെൻസ് ടു 0 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, നൗ ഇ റൈസ് ടു മൈനസ് എസിൻ്റെ അകത്ത് k ഇല്ല, സോ വി ക്യാൻ ടേക്ക് ദാറ്റ് ഔട്ട് സൈഡ്. സോ എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ലിമിറ്റ് k ടെൻസ് ടു 0 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ എസ് ഡിവൈഡഡ് ബൈ കെ എസ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. k ടെൻസ് ടു 0 ആകുമ്പോൾ k ഇൻറ്റു എസും ടെൻസ് ടു 0. സോ മൈനസ് k ഇൻറ്റു എസും ടെൻസ് ടു 0. ഇ റൈസ് ടു മൈനസ് കെ എസ് ടെൻസ് ടു ഇ റൈസ് ടു 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ന്യൂമറേറ്ററിൽ 1 മൈനസ് 1 എന്ന് കിട്ടും. സോ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ എസ് ഡിവൈഡഡ് ബൈ കെ എസ് വിച്ച് ഈസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 0. ദറ്റ് ഈസ് 0/0. So as k tends to 0, the function is of the form of the form 0/0. 0/0 അതുകൊണ്ട് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. 0/0 ഫംഗ്ഷനിലുള്ള എല്ലാ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വി ഹാവ് എ റൂൾ വിച്ച് ഇസ് കോൾഡ് എൽ ഹോസ്പിറ്റൽസ്. ഞാൻ അതെന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 0/0, ഇത് 0/0 എന്നുള്ള ഫോമിലാണെങ്കിൽ ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0/0 എന്നുള്ള ഫോമാറ്റിലാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കാണുക,
ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കാണുക, എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഇവിടെ നമുക്ക് L of delta of t minus a is equal to e raised to minus ks into limit k tends to 0 1 minus e raised to minus ks divided by ks. ഇവിടുത്തെ വേരിയബിൾ k ആണ്, അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത് kയുടെ ടേംസിലാണ്. സോ ദിസ് ഈസ് 0/0 ഫോമിലാണ്. സോ ഈ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, എന്നിട്ട് k ടെൻസ് ടു എന്ത് കൊടുത്താൽ മതി, 0 കൊടുത്താൽ മതി, ഈ റൂൾ വെച്ചിട്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു e raised to minus as, ak അല്ല as, minus as into limit k tends to 0, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, കോഷ്യൻ റൂൾ അല്ല, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, 1ൻ്റെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി 0, മൈനസ് e raised to minus ksൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു k. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു e raised to minus ks into ksൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് മൈനസ് s എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ ksൻ്റെ ഡെറിവേറ്റീവ്. ksൻ്റെ ഡെറിവേറ്റീവ് ഈസ് k, s കോൺസ്റ്റന്റ് ആണ്, വിത്ത് റെസ്പെക്ട് ടു k ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ s ഇൻറ്റു kയുടെ ഡെറിവേറ്റീവ് ഈസ് 1 വിച്ച് ഈസ് s. സോ ദിസ് ഈസ് ഈക്വൽ ടു L of delta of t minus a is equal to e raised to minus as limit k tends to 0. ഇവിടെ മൈനസും മൈനസും പ്ലസ്, സോ e raised to minus ks എന്ന് വരും, മൈനസും മൈനസും പ്ലസ് ആയിട്ട് ബാക്കി. ഓക്കെ, ഇൻറ്റു എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, രണ്ട് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം. സോ e raised to minus ks മാത്രം വരത്തുള്ളൂ. ഓക്കെ, ഇനി k tends to 0 ആകുമ്പോൾ ks tends to 0 minus ks tends to 0, e raised to minus ks tends to e raised to 0 which is 1. So this is e raised to minus as into 1 which is e raised to minus as. So Laplace transform of the Dirac delta function delta of t minus a is equal to e raised to minus as. This is what we have to find. നമ്മൾ ഇത് കണ്ടുപിടിച്ചത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ തരുന്ന ചില പ്രോബ്ലംസ് ഉണ്ടാകും. ആ പ്രോബ്ലംസിൻ്റെ കേസിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ആദ്യം കണ്ടുപിടിച്ചത്. ഓക്കെ, സോ വി മൂവ് ഓൺ ടു സം പ്രോബ്ലംസ്. സോ ക്വസ്റ്റ്യൻ: സോൾവ് y double dash plus 3y dash plus 2y is equal to r of t with y of 0 is equal to 0 and y dash of 0 is equal to 0, where first case r of t is first case in the square wave. That is r of t is equal to u of t minus 1 minus u of t minus 2 unit step function. രണ്ടാമത്തെ കേസിൽ the unit impulse at t is equal to 1. The unit impulse at t is equal to 1. That is r of t is equal to delta of t minus 1. ഈ രണ്ട് കേസിലുള്ള ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് ടു ഡിഫറെൻറ്റ് പ്രോബ്ലംസ്. ഓക്കെ, നമുക്ക് രണ്ട് കേസും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഫോർ ഫസ്റ്റ് കേസ് എടുക്കുന്നു. ഗിവൺ ദാറ്റ് y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കേസ് r ഓഫ് ടി എന്ന് വെച്ചാൽ u ഓഫ് t minus 1 minus u of t minus 2 with y of 0 is equal to y dash of 0 is equal to 0. So നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. Taking Laplace transform, so we get L of y double dash, linearity apply ചെയ്യുന്നു.
plus 3L of y dash plus 2L of y is equal to L of u of t minus 1 minus L of u of t minus 2. So this is by definition is equal to s square y of s minus s y of 0 minus y dash of 0 plus this is 3 into s y of s minus y of 0 plus 2 times y of s. Y of 0 യും y dash of 0 യും 0 ആയതുകൊണ്ട് this term becomes 0, this term becomes 0, this term becomes 0. So this is equal to L of u of t minus 1 എന്ന് വെച്ചാൽ L of u of t minus a എന്ന് വെച്ചാൽ e raised to minus as divided by s എന്നുള്ളതാണ്. Okay. So this is ഇവിടെ a is equal to 1. So this is e raised to minus as minus 1 into s minus s divided by s. Minus this is a is equal to 2 ആണ് e raised to minus 2s divided by s. So this is equal to s square y of s. ബാക്കി രണ്ട് ടേംസും 0 ആണ് കാരണം y of s ഉം y dash of s ഉം 0 ആണ് പ്ലസ് 3s y of s കാരണം ഇവിടെ y of 0 0 ആണ് പ്ലസ് 2y of s is equal to 1 by s into e raised to minus s minus e raised to minus 2s. y of s കോമൺ എടുക്കുമ്പോൾ y of s into s square plus 3s plus 2 is equal to 1 by s into e raised to minus s minus e raised to minus 2s. So this is equal to, then y of s is equal to 1 by s into s square plus 3s plus 2 into e raised to minus s into e raised to minus 2s. ഇതിനെ e raised to minus s into e raised to minus 2s divided by s into s square plus 3s plus 1 നെ s plus 1 into s plus 2 എന്ന് എഴുതാം. So this is of the form, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ y of s is equal to എന്താണ് e raised to minus s divided by s into s plus 1 into s plus 2 minus e raised to minus 2s divided by s into s plus 1 into s plus 2. ഈ ഫസ്റ്റ് പാർട്ട് എടുക്കാം. ഇതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടും ചെയ്യാം. ഫസ്റ്റ് പാർട്ട് നമുക്കപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് പാർട്ട് ഈസ് ഓഫ് ദ ഫോം e raised to minus as into f of s. First two parts. Okay. The first two parts is of the form e raised to minus as into f of s എന്നുള്ള ഫോർമാറ്റിലാണ് നമുക്ക് കിടക്കുന്നത്. ഓക്കെ, വേർ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എന്താണ് 1 by s into s plus 1 into s plus 2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y of t ആണ്. സോ y of t ഈസ് ഈക്വൽ ടു L inverse of y of s. This is L inverse of e raised to minus s divided by s into s plus 1 into s plus 2 minus L inverse of e raised to minus 2s divided by s into s plus 1 into s plus 2. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന രണ്ട് ഭാഗവും e raised to minus as into f of s എന്നുള്ള ഫോർമാറ്റാണ്. എയുടെ സ്ഥാനത്ത് 1 ഉം ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ഉമാണ്. ഓക്കെ, ഇനിയും L ഇൻവേഴ്സ് ഓഫ് e raised to minus as into f of s is equal to f of t minus a into u of t minus a ആണ്. നമ്മൾ പ്രീവിയസ്ലി പഠിച്ച യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് വേറെ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പോൾ ആദ്യം ഈ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. സോ 1 by s into s plus 1 into s plus 2 can be written as a divided by s
plus b divided by s plus 1 plus c divided by s plus 2. So അടുത്തത് നമ്മൾ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ മൾട്ടിപ്ലൈയിങ് വിത്ത് എന്ത് ഇതിൻ്റെ ഡിനോമിനേറ്റർ കിടക്കുന്നത് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. സോ വി ഗെറ്റ് ഓക്കെ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. റൈറ്റ് സൈഡിൽ ഇവിടെ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ക്യാൻസൽ ആയി പോവും. സോ എ ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു ഇവിടെ എസ് പ്ലസ് 1 കോമൺ ആയിട്ട് ക്യാൻസൽ ആയിപ്പോൾ എസ് ഇൻറ്റു എസ് പ്ലസ് 2 മാത്രം റിമൈൻ ചെയ്യും. എസ് ഇൻറ്റു എസ് പ്ലസ് 2. അടുത്തത് ഇവിടെ എസ് പ്ലസ് 2 ക്യാൻസൽ ആയിപ്പോൾ എസ് ഇൻറ്റു എസ് പ്ലസ് 1 മാത്രം റിമൈൻ ചെയ്യും. പ്ലസ് സി ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 1. ഓക്കെ, ഇനി നമ്മൾ എസിൻ്റെ വാല്യൂസ് കൊടുക്കുക. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കൊടുത്തിട്ട് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. വാല്യൂ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് ടേം 0 ആകുന്ന രീതിയിൽ വേണം വാല്യൂ കൊടുക്കുക. സോ പുട്ട് എസ് ഈസ് ഈക്വൽ ടു 0. എസ് 0 കൊടുത്താൽ ഈ രണ്ട് വാല്യൂവും 0 ആകും. ഇവിടെ 0 ഇൻറ്റു സംതിങ് 0, ഇവിടെയും 0 ഇൻറ്റു സംതിങ് 0. സോ എസ് 0 വാല്യൂ കൂടെ എസ് ഈക്വൽ ടു 0 ആകുമ്പോൾ 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 0 പ്ലസ് 1 വിച്ച് ഈസ് 1 ഇൻറ്റു 0 പ്ലസ് 2 വിച്ച് ഈസ് 2. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു ഇവിടെ 1 ഇൻറ്റു 2, അത് അപ്പുറത്ത് പോകുമ്പോൾ 1/2. ഓക്കെ, സോ എസ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എ ഈസ് ഈക്വൽ ടു 1/2. ഇനി അടുത്ത എസ് ഈസ് ഈക്വൽ ടു -1 എന്ന് കൊടുത്താൽ ഇതും 0 ആയിപ്പോവും, ഇതും 0 ആയിപ്പോവും, ബിയുടെ വാല്യൂ കിട്ടും. ഇപ്പോൾ പുട്ട് എസ് ഈസ് ഈക്വൽ ടു -1. ലെഫ്റ്റ് സൈഡിൽ എസ് ഇല്ല, സോ വാല്യൂ ഈസ് 1. സോ ഇവിടെയും 0 ആയിപ്പോയി 0, ഇവിടെയും 0 ആയിപ്പോയി. ബാക്കി പി ഇൻറ്റു -1 ഇൻറ്റു -1 പ്ലസ് 2 വിച്ച് ഈസ് 1 എന്ന് കിട്ടും, പ്ലസ് 0 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ഇവിടെ മൈനസ് ബി എന്ന് കിട്ടും. മൈനസ് ബി ഈസ് ഈക്വൽ ടു 1, സോ വിച്ച് ഇംപ്ലൈസ് ബി ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. നൗ എസിന് -2 എന്ന് കൊടുത്താൽ എയും 0 ആകും, എയുടെ കൂട്ടത്തിൽ വരുന്ന ടേമും 0 ആകും, ബിയുടെ കൂട്ടത്തിൽ വരുന്ന ടേമും 0 ആകും. സോ പുട്ട് എസ് ഈസ് ഈക്വൽ ടു -2. ലെഫ്റ്റ് സൈഡിൽ 1 വരും, റൈറ്റ് സൈഡിൽ ഇത് 0, ഇതും 0, പ്ലസ് -2 ആണ് കൊടുത്തത്. സി ഇൻറ്റു -2 ഇൻറ്റു -2 പ്ലസ് 1 വിച്ച് ഈസ് -1. സോ ദിസ് ഈസ് 2c എന്ന് വരും. 2c ഈസ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് c is equal to 1/2 എന്ന് വരും. സോ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് എഫ് ഓഫ് എസ്, ദാറ്റ് ഈസ് 1/s ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് എന്ന് എഴുതിയത്. ദാറ്റ് ഈസ് എ ഈസ് 1/2 ഡിവൈഡഡ് ബൈ 1/s പ്ലസ് ബി ഡിവൈഡഡ് ബൈ 1/s പ്ലസ് 1, ദാറ്റ് ഈസ് -1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 പ്ലസ് സി ഡിവൈഡഡ് ബൈ 1/s പ്ലസ് 2, ദാറ്റ് ഈസ് 1/2 ഡിവൈഡഡ് ബൈ 1/s പ്ലസ് 2 എന്ന് കിട്ടും. Okay, now ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. സോ ഹിയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ദാറ്റ് ഈസ് നമുക്ക് ലീനിയാരിറ്റി വെച്ചിട്ട് എൽ ഇൻവേഴ്സ് ഓഫ് 1/2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 പ്ലസ് 1/2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 2 എന്ന് കിട്ടും. 1/sൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ 1 ആണ്. സോ 1/2 ഇൻറ്റു 1. 1/s മൈനസ് എയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റൈസ് ടു -80 ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 80. സോ ഇവിടെ എയുടെ സ്ഥാനത്ത് -1 ആണ്. സോ ദിസ് ഈസ് മൈനസ് ഇ റൈസ് ടു -t എന്ന് കിട്ടും, പ്ലസ് 1/2 ഇൻറ്റു ഇവിടെ എയുടെ സ്ഥാനത്ത് -2 ഇ റൈസ് ടു -2t എന്ന് കിട്ടും. സോ ദിസ് ഈസ് എഫ് ഓഫ് ടി, ദാറ്റ് ഈസ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/2 മൈനസ് ഇ റൈസ് ടു -t പ്ലസ് 1/2 ഇ റൈസ് ടു -2t എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദിസ് ഈസ്. അപ്പം ഇ റൈസ് ടു -as എഫ് ഓഫ് എസിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എഫ് ഓഫ് എസിൻ്റെ വാല്യൂ രണ്ട് കേസിലും സെയിം ആണ്, കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ y of t is equal to L inverse of y of s, that is L inverse of e raised to -s
divided by s into s plus 1 into s plus 2 minus L inverse of e raised to minus 2s divided by s into s plus 1 into s plus 2. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, now this is of the form e raised to minus as into f of s. e raised to minus as into f of s എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു f of t minus a into u of t minus a ആണ്. ഓക്കെ, സോ ഇവിടെ എന്നുള്ളത് 1 ആണ്. സോ ദിസ് ഈസ് f of t minus 1 into u of t minus 1 മൈനസ് ഇവിടെ എന്നുള്ളത് 2 ആണ്. f of t minus 2 into u of t minus 2 ആണ് നമ്മുടെ സൊല്യൂഷൻ. Now f of t ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് f of t minus 1ഉം f of t minus 2ഉം കൊടുക്കാം. സോ ദിസ് ഈസ് f of t minus 1ന് പകരം ഇവിടെ ആദ്യം f of t is 1/2, tക്ക് പകരം t minus 1 കൊടുക്കുക. മൈനസ് e raised to minus of t minus 1 plus 1/2 e raised to minus 2 into t minus 1 into u of t minus 1 മൈനസ് അടുത്തത് tക്ക് പകരം t minus 2 കൊടുക്കുക. മൈനസ് 1/2. ഓക്കെ, അടുത്തത് 1/2 മൈനസ് e raised to minus t minus 2 plus 1/2 e raised to 2 into t minus 2 minus ഉണ്ട് into u of t minus 2. So this is the solution. ഫസ്റ്റ് കേസിലുള്ള സൊല്യൂഷനായി. Now moving on to the second case. സെക്കൻഡ് കേസിൽ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y is equal to delta of t minus 1 where y of 0 and y dash of 0 is equal to 0. So applying Laplace transform, so we get L of y double dash plus 3 L of y dash plus 2 L of y is equal to L of delta of t minus 1. ഇവിടെ L of delta of t minus a യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാണ് e raised to minus as. ഇവിടെ എക്ക് പകരം 1 വന്നതേ ഉള്ളൂ. സോ ദിസ് ആൻസർ ഈസ് e raised to minus a is 1 e raised to minus s. ഇനി ഇതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ വാല്യൂ ഈസ് y of s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 എന്ന ഇതിൻ്റെ വാല്യൂ ലെഫ്റ്റ് സൈഡ് നമ്മൾ ചെയ്തതാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ y of s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഈസ് ഈക്വൽ ടു e raised to minus s എന്ന് കിട്ടും. ദാറ്റ് ഈസ് y of s ഈസ് ഈക്വൽ ടു e raised to minus s divided by s square plus 3s plus 2. That is e raised to minus s divided by 1 by s plus 1 into s plus 2. This is of the form e raised to minus as into f of s. So ഇവിടെ f of s എന്ന് പറയുന്നത് 1 by s plus 1 into s plus 2. സോ ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് വളരെ സിമ്പിളായിട്ട് 1 by s plus 1 മൈനസ് 1 by s plus 2 എന്ന് എഴുതാം. ഇവിടെ ഡിനോമിനേറ്റർ തമ്മിൽ 1ൻ്റെ ഡിഫറൻസേ ഉള്ളെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഈ ഫോമിൽ എഴുതാൻ പറ്റും. ചെറിയ ഫാക്ടർ ആദ്യം, വലിയ ഫാക്ടർ രണ്ടാം. ഓക്കെ, സോ ഡിനോമിനേറ്ററിൽ ചെറുതെന്നാണ് ഉദ്ദേശിച്ചത്. സോ ഇവിടെ എഫ് ഓഫ് എസ് കണ്ടുപിടിച്ചു. ഇതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഈസ് ആക്ച്വലി എഫ് ഓഫ് t minus a into u of t minus a ആണ്. വേർ L ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് എഫ് ഓഫ് ടി. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എസ് ഉണ്ട്. സോ L ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് is equal to L inverse of 1 by s plus 1 minus 1 by s plus 2. That is L inverse of 1 by s plus 1 minus L inverse of 1 by s plus 2. This is 1 by s minus എന്നുള്ള ഫോമിൽ എയുടെ സ്ഥാനത്ത് -1, ഇവിടെ എയുടെ സ്ഥാനത്ത് -2. So this is e raised to minus t minus e raised to minus 2t. So this is what f of t is. Okay, so ഇത് വെച്ചിട്ട് y of s. So y of t is equal to L inverse of y of s, that is
L inverse of e raised to minus s divided by s plus 1 into s plus 2. ഇതിൻ്റെ ആൻസർ ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്. ദിസ് ഈസ് f of t minus 1 into u of t minus 1. That is f of t കണ്ടിട്ടുണ്ട്. f of t minus 1 that is e raised to minus of t minus 1 minus e raised to minus 2 into t minus 1 into u of t minus 1. നമുക്ക് u of tയുടെ വാല്യൂ കൊടുത്തിട്ട് ഇതിനെ എഴുതാം. സോ ദിസ് ഈസ് ആക്ച്വലി y of t. സോ നമ്മൾ ഈ കേസിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. സോ ഇങ്ങനെയുള്ള കേസ് പ്രോബ്ലം തരികയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.